തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. നടിമാരുൾപ്പെടെ ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് അവാർഡുകൾ നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടം പോലുണ്ട്. ഇതിനെല്ലാം നമുക്ക് അഭിമാനം കൊള്ളുന്നു. ഇതിനകത്ത് എല്ലാവരും എടുത്തു പറയുന്നതാണെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് വളരെ ഇപ്പം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സൗണ്ട് മിക്സർ, അതായത് സൗണ്ട് മിക്സ് ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരാൾ ഇതിനകത്തുണ്ട്. ഇദ്ദേഹത്തിന് രണ്ടാമത്തെ തവണയാണ് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. 2014 കിട്ടി, ഇപ്പം 2017 2021 പടങ്ങൾക്ക് കിട്ടി. അന്നേരം ഇദ്ദേഹത്തിൻ്റെ പേര് രാജാകൃഷ്ണൻ ആണ്. രാജാകൃഷ്ണനെ ഇപ്പം അറിയാത്ത സിനിമാക്കാരെന്തായാലും ഇല്ല. കാരണം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുന്ന എല്ലാ സിനിമകളിലെയും മിക്കവാറും 90% രാജാകൃഷ്ണനായിരിക്കും മിക്സിങ്. ഇത് മലയാള സിനിമയിൽ മാത്രമല്ല, ഒരേ സമയം ഇപ്പോൾ ലോകയും ഒക്കെ ഇവിടെ ചെയ്യുമ്പോഴും ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പ്രകമ്പനം പോലും രാജാകൃഷ്ണനാണ് ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് ഹിന്ദിയിൽ ആനിമൽ പോലുള്ള ഗംഭീര വലിയ ബിഗ് ബഡ്ജറ്റ് പടം, അതും 1000 കോടിയുടെയൊക്കെ പടം ചെയ്യുമ്പോഴും തിരിച്ച് കാന്താര പോലുള്ള പടങ്ങൾ ചെയ്യുന്നതും എല്ലാം രാജാകൃഷ്ണനാണ്. അന്നേരം തമിഴിലും തെലുങ്കിലും എല്ലാ ഭാഷകളിലും, ഹിന്ദിയിൽ ഉൾപ്പെടെ എല്ലാ ഭാഷകളിലും സാന്നിധ്യമാണ് ഇപ്പോൾ രാജാകൃഷ്ണൻ. ഇപ്പം നമ്മുടെ പുത്തൻ തലമുറയൊക്കെ ടെക്നീഷ്യന്മാരെ കുറിച്ചാണെന്ന് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നത്. അവിടെ രാജാകൃഷ്ണൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ഈ രാജാകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ MG രാധാകൃഷ്ണൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു വേഴ്സാലിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതെന്തായാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകന് ഗംഭീരമായിട്ട് ലഭിച്ചു എന്നുള്ളതാണ്. ഒരു ഗംഭീര സിനിമകളാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്, ഇദ്ദേഹം ചെയ്യുന്നത്. ഒരു സിനിമയെ സൗണ്ട് മിക്സിംഗ് കൊണ്ട് എത്ര ഉയരത്തിൽ എത്തിക്കാവോ അതെല്ലാം അദ്ദേഹം എത്തിക്കുന്നുണ്ട്. അന്നേരം മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം രാധാകൃഷ്ണൻ നേടുന്ന ഒരുപാട് സംസ്ഥാന അവാർഡുകൾ, ദേശീയ അവാർഡുകൾ എല്ലാം അദ്ദേഹം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇത്രയും പുരസ്കാരങ്ങളും ഇത്രയും ബോക്സ് ഓഫീസ് സീറ്റുകളൊക്കെ നേടുമ്പം ഒരു സൗണ്ട് മിക്സറിന് കിട്ടുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്യൂച്ചർ ജനറേഷൻ, നമ്മുടെ പുത്തൻ ജനറേഷന് സൗണ്ട് മിക്സിംഗ് ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ എന്നും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് രാധാകൃഷ്ണൻ.